ശാലിനി ഒരു ഗ്ലാസ് പാലെടുത്ത് ഐഷുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ദാ മോളെ ചെല്ല്, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. ഡി ഒന്ന് നിന്നേ. പുറകിൽ നിന്നും ആരോ വിളിക്കുന്നത് പോലെ തോന്നിയതും അവൾ തിരിഞ്ഞു നോക്കി. റോണിയായിരുന്നു. എങ്ങോട്ടാ പാലൊക്കെ ആയിട്ട്? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കാശിക്ക് പോകുക, എന്തേ വരുന്നോ? അവളും ചിരിയോടെ അവനെ കളിയാക്കി. നീ നിന്റെ കെട്ടിയവനെയും വിളിച്ചോണ്ട് പോടി, ഞാൻ എൻ്റെ എമിയോടൊപ്പം പൊക്കോളാം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ, കാശിക്കോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അയ്യ, കാശിക്കൊന്നുമല്ല, അങ്ങ് കുളുമണാലിയിൽ, അവൻ ചിരിയോടെ പറഞ്ഞു. അതിന് അവിടെ തണുപ്പല്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. അതെ, അതിനിപ്പോൾ എന്താ? അതിന് എനിക്ക് തണുപ്പ് പറ്റില്ലല്ലോ, അവൾക്ക് തണുപ്പ് അലർജിയല്ലേ? ഐഷു പറഞ്ഞതും റോണി അതൊക്കെ എപ്പോ എന്നുള്ള രീതിയിൽ അവളെ നോക്കി. അതൊന്നും അറിയില്ല അല്ലേ? അവൾ എന്നും രാവിലെയും വൈകിട്ടും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. പിന്നെ അവൾ ഫാൻ പോലും സ്പീഡിൽ ഇടാറില്ല. അപ്പോഴാ നിങ്ങളുടെ കൂടെ മണാലി വരുന്നത്. ഇതൊന്നും അറിയില്ല അല്ലേ? കഷ്ടം, അവൾ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി പറഞ്ഞു. സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ലടി, അവൻ നിഷ്കളങ്കമായി പറഞ്ഞു. ആ, ഇങ്ങനെയൊക്കെ ഉണ്ട് റോണിച്ചായ. കൊച്ചിനെ എപ്പോഴും ഉമ്മിക്കാതെ വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് ചോദിച്ചറിയി കേട്ടോ, ഐഷു അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുളുമണാലിയിൽ ഹണിമൂൺ? അവൻ സ്വയം എന്തോ ഓർത്ത പോലെ പറഞ്ഞു. ആദ്യം അവൾ പ്രായപൂർത്തിയാകട്ടെ, എന്നിട്ട് ദേ ഈ മുറി അങ്ങ് മണാലിയാണെന്ന് സങ്കല്പിച്ച് ഇവിടെ തന്നെ ഹണിമൂൺ ആഘോഷിച്ചോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ ഞാൻ പോകട്ടെ, അവൾ പറഞ്ഞുകൊണ്ട് കയറിപ്പോയതും നാളെ എന്നെ കണ്ട് രണ്ട് വർത്താനം പറയണമെന്ന് മനസ്സിൽ കരുതി അവനും മുറിയിലേക്ക് പോയി. അവൾ പാലുമായിട്ട് മുറിയിൽ ചെന്നതും കുളിച്ചിട്ടിറങ്ങുന്ന സണ്ണിയാണ് കണ്ടത്. ഒരു മുണ്ട് മാത്രമാണ് വേഷം, ശരീരത്തിലൊക്കെ വെള്ളത്തുള്ളികൾ അങ്ങിങ്ങായുണ്ട്. അവനെ കണ്ട് അവൾ കണ്ണെടുക്കാതെ അവനെ നോക്കി നിന്നു. തലതുവർത്തി ഇറങ്ങി വന്ന അവൻ കാണുന്നത് ഒരു മുട്ടിന് താഴെ നിൽക്കുന്ന സ്കേർട്ടും ഓഫ് ഷോൾഡർ ടോപ്പും ഇട്ട് കയ്യിലൊരു പാലും കഴുത്തിൽ മാറോട് ചേർന്ന് അവൻ്റെ മിന്നും കിടക്കുന്ന അവളെയാണ്. അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ഇങ്ങനെ വായും തുറന്ന് നോക്കാതെടി, നിന്റെ പ്രോപ്പർട്ടി തന്നെയാ, അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ പറഞ്ഞത് കേട്ടതും അവൾ ചമ്മിയതുപോലെ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു. വെറൈറ്റി കോമ്പിനേഷൻ ആണല്ലോടി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കി മുടി ചീകാൻ തുടങ്ങി. എന്താ, കൊള്ളില്ലേ സണ്ണിച്ചായ? അവൾ ചിരിയോടെ സംശയത്തോട് ചോദിച്ചു. ഓ കൊള്ളാം കൊള്ളാം, മോഡേൺ ഡ്രസ്സും കയ്യിൽ പാലും, നല്ല കോമ്പിനേഷൻ, അവൻ ചിരിയോടെ പറഞ്ഞു. അവൾ പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. ചണ്ണിച്ചായ, അവൾ കൊഞ്ചലോടെ അവൻ്റെ മുൻപിലേക്ക് കയറി നിന്ന് അവൻ്റെ നെഞ്ചിൽ കളം വരയ്ക്കാൻ തുടങ്ങി. എന്തോന്ന്? അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ചണ്ണിച്ചായ എന്ന്. അവൾ ചിരിയോടെ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആഹാ, വല്ലാത്ത കൊഞ്ചലാണല്ലോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. എന്താണ് എൻ്റെ ഐശുവിനൊരു നാണമൊക്കെ? എന്തേലും എന്നോട് പറയാനുണ്ടോ? അവൻ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഉണ്ട്, അവൾ പറഞ്ഞതും അവൻ എന്താണെന്നുള്ള രീതിയിൽ സംശയത്തോടെ അവളെ നോക്കി. എന്താടി? അവൻ പുരുകം പൊക്കി സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് പിന്നെ എനിക്കൊരാഗ്രഹം, അവൾ നഖം കടിച്ചു. എന്താഗ്രഹം? അവൻ വീണ്ടും ചോദിച്ചു. അത് എനിക്ക് പിന്നെ. അവൾ എങ്ങനെ തുടങ്ങണമെന്നറിയാതെ നിന്ന് വിക്കിക്കൊണ്ട് നിന്നു. ഐഷു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, മര്യാദയ്ക്ക് എന്താണെന്ന് പറഞ്ഞേ, രാത്രി വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ, അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. എങ്കിൽ പോ, ഒന്നുമില്ല, ഞാൻ പോകുക, അവൾ അവനെ നോക്കി പിണക്കത്തോടെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങി. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു. കാര്യം പറയുമെണ്ണേ, എന്താ എന്നോട് പറയാനുള്ളത്? അവൻ ചോദിച്ചതും അവൾ ചിരിച്ചു. സണ്ണിച്ചായ, എനിക്കുണ്ടല്ലോ ഒരാഗ്രഹം. എൻ്റെ ഐഷു, നീ കുറേ നേരമായി ആഗ്രഹം എന്ന് പറയുന്നതല്ലാതെ ആഗ്രഹം എന്താണെന്ന് എന്നോട് പറയുന്നില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പെണ്ണെ, ഒന്ന് പറഞ്ഞേ, അവൻ വീണ്ടും ചോദിച്ചു. അതിപ്പോൾ എങ്ങനെയാ സണ്ണിച്ചായ പറയുന്നേ? എനിക്ക് നാണം വരുക, അവൾ നഖം കടിച്ചു പറഞ്ഞു. ശരി, നിനക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ നാണമാണെങ്കിൽ ഒരു കാര്യം ചെയ്, കണ്ണടച്ചിട്ട് സ്പീഡിൽ അങ്ങ് പറഞ്ഞു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, അത് മതി, അവളും പറഞ്ഞു. ഓക്കെ, കണ്ണടയ്ക്ക്, അവൻ പറഞ്ഞതും അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു. പറയ്, അവൻ മാറിൽ കൈകെട്ടി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എനിക്ക് ബാൽക്കണി വെച്ച് ഫസ്റ്റ് നൈറ്റ് നടത്തണം, അവൾ ഒറ്റ ശ്വാസത്തിൽ കണ്ണുകൾ ഇറുക്കിയടച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളത് പറഞ്ഞിട്ടും അവൻ്റെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഇല്ലാഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. അപ്പോഴും കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ. സണ്ണിച്ചായ, അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ മാറിൽ കെട്ടിയിരുന്ന കൈകളെ വിടിയിച്ച് അവനെ ഇറുക്കി പിടിച്ചു. അവനും ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്താ എൻ്റെ ഐശൂട്ടിക്ക് ഇപ്പം അങ്ങനെ ഒരാഗ്രഹം? അവൻ സംശയത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു.
അറിയില്ല, സണ്ണിച്ചായൻ ഫസ്റ്റ് എന്നെ പ്രപ്പോസ് ചെയ്തത് ആ ബാൽക്കണിയിൽ വെച്ചല്ലേ. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി പറഞ്ഞതും അവൻ ചിരിച്ചു. അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യുക മാത്രമല്ലല്ലോ ഞാൻ ചെയ്തത്, നമ്മുടെ ഫസ്റ്റ് ലിപ് കിസും അവിടെ തന്നെയല്ലായിരുന്നോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി തലയാട്ടി. എങ്കിൽ പോയാലോ? അവൻ പുരികം പൊക്കി കുസൃതി ചിരിയോട് ചോദിച്ചു. അവളും ചിരിയോടെ തലയാട്ടി. എങ്കിൽ വാ, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായ പാല്. അവൾ ടേബിളിലിരിക്കുന്ന പാലിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പാലും തൈരും ഒന്നും വേണ്ട, എനിക്കെൻ്റെ ഐശുവിനെ മതി. എന്നാലും മമ്മി തന്നതല്ലേ ഇച്ചായ, ഇച്ചിരി കുടിക്ക്. അവൾ പറഞ്ഞതും അവൻ ആ പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ അവൾക്ക് നേരെ നീട്ടി. കുടിക്ക്. അവൻ അവളുടെ ചുണ്ടിനോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അതിൽ നിന്നും കുറച്ച് കുടിച്ചു. മതി ഇച്ചായ, അവൾ പറഞ്ഞതും അവൻ ബാക്കി കുറച്ച് കുടിച്ചു. വാ, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. എടുക്ക്. അവൾ 2 കൈയും നീട്ടി അവളെ എടുക്കാനെന്ന ഭാവേന കാണിച്ചു. അവൻ ചിരിയോടെ അവളെ കൈകളിൽ പൊക്കിയെടുത്തു. അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. സണ്ണി അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. അവളെ അവിടെ കെട്ടിയിരുന്ന തിണ്ണയിലിരുത്തിയിട്ട് അവൻ പോയി ബാൽക്കണിയിലെ ഡോറ് പുറത്തു നിന്നും ലോക്ക് ചെയ്തു. ഗ്ലാസ് കൊണ്ടുള്ള ഒരു ജനലായിരുന്നു അവിടെ. അവൻ അതെല്ലാം അടച്ചു. പിന്നെ കുസൃതി ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പുരികം പൊക്കി. അവൾ ഒന്നുമില്ലെന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണുകളിലും മൂക്കിലും ചുംബിച്ച അവൾ അവൻ്റെ ഇരു കവളിലും ചുണ്ടുകൾ ചേർത്തു. പിന്നെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഐശു. അവൻ അവളുടെ മുഖം ബലമായി കഴുത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ മുഖം കയ്യിലെടുത്ത് അരുമയായി അവളെ വിളിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ അവളുടെ ചുണ്ടിൽ വിരലുകൾ കൊണ്ടൊന്ന് തഴുകി. പിന്നെ തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ ഒന്ന് അമർത്തി. ഐശു. അവൻ അരുമയായി വീണ്ടും അവളെ വിളിച്ചു. സണ്ണിച്ചായ. അവളും അവനെ വിളിച്ചു. നിന്നെ ഒരുപാട് ഇഷ്ടമാടി എനിക്ക് ആദ്യമായും അവസാനമായും പ്രണയം തോന്നിയ പെണ്ണ്. എനിക്ക് പേടിയായിരുന്നു ആദ്യമൊക്കെ. നിനക്കെന്നെ ഇഷ്ടമാണോ അതോ എന്നെ ഒരു ആങ്ങളെയായിട്ടാണോ നീ കാണുന്നത്, അങ്ങനെയൊക്കെ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എന്ന് മുതൽ നീ എൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാനത് ആസ്വദിച്ചു തുടങ്ങി. അന്ന് ഞാൻ ഫോൺ ചെയ്തത് എൻ്റെ കാമുകിയാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണു നിറച്ച് നീ പോകാൻ നിന്നില്ലേ. അത് കണ്ട് വിഷമം വന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം നിൻ്റെ മുൻപിൽ തുറന്നു കാണിച്ചത്. ഇല്ലെങ്കിൽ കുറച്ചു നാളും കൂടി നിന്നെ ഞാൻ എൻ്റെ പിറകെ നടത്തിച്ചേനെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോടെ നോക്കി. അവൻ അവളെ നോക്കി ചിരിച്ചതും അവളും പുഞ്ചിരിച്ചു. അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖമടുപ്പിച്ച് അവളുടെ ചുണ്ടുകളെ കടിച്ചെടുത്ത് നുണഞ്ഞു. അവൾ ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നതും അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ഇരു കൈകളും അവളുടെ ഇരുവശത്തുമായുള്ള ഇടുപ്പിൽ മുറുകി. കാറ്റുപോലും കടന്നു വരാത്തവണ്ണം അവർ ഇരുവരും ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു. ഇരുവരും പരസ്പരം ചുംബിച്ചുകൊണ്ടിരുന്നു. അവൾ അവസാനിപ്പിക്കുന്ന ചുംബനം അവനും, അവൻ അവസാനിപ്പിക്കുന്ന ചുംബനം അവളും ഏറ്റെടുത്തു. എത്ര നേരം അവരങ്ങനെ ചുംബിച്ചിരുന്നു എന്ന് അവർ ഇരുവർക്കും അറിയില്ലായിരുന്നു. അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് അവൾ പുറകിലേക്ക് പുളഞ്ഞു മാറിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനനുസരിച്ച് അവനും അവളിലേക്കാഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിയിട്ട് അവളുടെ കീഴ്ചുണ്ടിൽ കടിച്ചു. പിന്നെ അവളുടെ ഇരു ചുണ്ടുകളും നാവുകളും ചുണ്ടുകളും വെച്ച് ആവേശത്തോടെ നുണഞ്ഞതും അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത താങ്ങാൻ കഴിയാതെ അവൾ അവൻ്റെ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചു. ഇച്ചായ മതി. അവൻ്റെ തീവ്രമായ ആവേശത്തോടെയുള്ള ചുംബനം വേർപെട്ട ഏതോ നേരത്ത് അവൾ പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് അവളുടെ കഴുത്തിടുക്കിൽ മുഖമമർത്തി. അവൻ്റെ പ്രവൃത്തികളിൽ അവളുടെ കണ്ണുകൾ മലച്ചുപോയി. അത്രയും ആവേശത്തോടെയായിരുന്നു അവൻ്റെ ഓരോ ചുടുചുംബനവും. നിമിഷങ്ങൾ കഴിഞ്ഞു പോകവേ ഓരോ പ്രവൃത്തിയും അവളിൽ വേലിയേറ്റം സൃഷ്ടിച്ചു. അവൾ വിളിക്കാൻ തുടങ്ങിയതും അവൻ വിരലുകൾ വെച്ച് അവളെ തടഞ്ഞു. നിമിഷങ്ങൾ കടന്നുപോയി. അവൾ തളർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ വാടിത്തളർന്ന അവളെ കണ്ടതും അവൻ അവളിൽ നിന്നും അകന്നു. ഐശൂട്ട. അവൻ്റെ പ്രവൃത്തിയിൽ വാടിത്തളർന്ന അവളുടെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് അവൻ വിളിച്ചു. അപ്പോഴും വല്ലാതെ ഇരിക്കുകയായിരുന്നു അവൾ. അവൻ അവളെ കൈകളിൽ പൊക്കിയെടുത്തു. അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ അവളെ കട്ടിലിൽ കൊണ്ട് കിടത്തിയിട്ട് ഡോറ് ലോക്ക് ചെയ്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് കിടന്നു. അവൻ അടുത്ത് ചെന്ന് കിടന്നതും അവൾ അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. താങ്ക് യു സോ മച്ച്. അവൾ അവൻ്റെ കവളിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. പിറ്റേന്ന് എന്തോ ദുസ്വപ്നം കണ്ട് പാത്തു കണ്ണുകൾ വലിച്ചു തുറന്നു. തൻ്റെ വയറ്റിൽ ഭാരമുള്ള എന്തോ സാന്നിധ്യം അറിഞ്ഞതും അവൾ നോക്കി. അലക്സിൻ്റെ കൈകൾ അവളെ ചുറ്റിയിരിക്കുകയായിരുന്നു. അവൾ പതിയെ അവൻ്റെ കൈകൾ എടുത്ത് മാറ്റിയിട്ട് എഴുന്നേറ്റു. അവൻ നല്ല ഉറക്കത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവൻ്റെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തിട്ട് മുടി വാരിക്കെട്ടി എഴുന്നേറ്റിരുന്നു. അവൾ കുളിച്ചിട്ടിറങ്ങിയപ്പോഴും അവൻ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു.
അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് താഴേക്കിറങ്ങി. അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അന്നമ്മയാണ് കണ്ടത്. മമ്മി, അവൾ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു. അവളുടെ വിളി കേട്ടതും അവർ കുറച്ച് ദേഷ്യത്തോടെ അവളെ നോക്കി. പിന്നെ വീണ്ടും പണിയിലേക്ക് തന്നെ തിരിഞ്ഞു. മമ്മി, ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അവൾ സമാധാനത്തോടെ അവരോട് ചോദിച്ചു. അതെ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇവിടെ ഞങ്ങൾ വന്നു കയറിയ പെണ്ണുങ്ങൾ ഇതുപോലെ കിടന്ന് ഉറങ്ങാറില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറുകയാണ് പതിവ്. രാവിലെ വന്നിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഭക്ഷണം മുമ്പിൽ കൊണ്ടു തരുന്നതൊക്കെ അങ്ങ് പ്ലാത്തോട്ടത്തിലായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. അവർ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അത് ഞാൻ ഉറങ്ങിപ്പോയി മമ്മി. നാളെ രാവിലെ മുതൽ ഞാൻ എഴുന്നേറ്റോളാം. അവൾ അവരെ നോക്കി പറഞ്ഞു. ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടേണ്ട കാര്യമാണ്. ആൺപിള്ളേരെ മയക്കിയെടുക്കുന്ന കാര്യം മാത്രമേ അമ്മ പഠിപ്പിച്ച് തന്നുള്ളായിരിക്കും. അതല്ലേ നിൻ്റെ അമ്മയ്ക്ക് അറിയുള്ളൂ. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് മുൻപേ ദൈവം അവരെ അങ്ങോട്ട് എടുത്തില്ലേ? നിന്റെ തള്ളയെ കെട്ടിയപ്പോൾ മുതലാ ജോസഫ് അച്ചായന് ഇത്രയും കഷ്ടതയും മറ്റും ഉണ്ടായത്. എങ്ങനെ ജീവിക്കേണ്ട മനുഷ്യനായിരുന്നു. വീട്ടിൽ നിന്നും വരെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ കാരണം നിന്റെ തള്ളയല്ലേ? അവളും കണ്ണും കലാശവും കാണിച്ച് വളച്ചെടുത്തതല്ലേ അച്ചായനെ. അവൾ കരുതി അച്ചായൻ്റെ കൂടെ പ്ലാത്തോട്ടത്തിൽ അങ്ങ് സുഖിച്ചു കഴിയാന്ന്. അവർ പുച്ഛത്തോടെ അവളോട് പറഞ്ഞു. മമ്മി, ഇങ്ങനെ എല്ലാത്തിനും മരിച്ചുപോയ എൻ്റെ മമ്മിയെ കുറ്റം പറയുന്നത് എന്തിനാ? അതിന് മാത്രം എന്ത് തെറ്റ് എൻ്റെ മമ്മിയോട് ചെയ്തത്? എൻ്റെ മമ്മി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അതോ ഇച്ചായൻ എന്നെ സ്നേഹിക്കുന്നതാണോ മമ്മിയുടെ പ്രശ്നം? അവൾ നിറകണ്ണുകളോടെ അവരോട് ചോദിച്ചു. നിന്റെ പൂങ്കണ്ണീരൊക്കെ അലക്സിയോട് കാണിച്ചാൽ മതി. എൻ്റെ മുമ്പിൽ നിന്ന് നീ അഭിനയിക്കാൻ നിൽക്കണ്ട. തള്ളയെപ്പോലെ തന്നെയാ നീയും. കണ്ണും കലാശം കാണിച്ച് എൻ്റെ മോനെ വളച്ചു. ഇപ്പോൾ നിന്റെ വാലിൻതുമ്പിലല്ലേടി അവൻ കിടക്കുന്നേ. എല്ലാത്തിനും നിന്റെ അടുത്തല്ലേ അവൻ വരുന്നത്? അവർ ദേഷ്യത്തോടെ പറഞ്ഞു. പെട്ടെന്നാണ് ലീലാമ്മ അങ്ങോട്ടേക്ക് കയറി വന്നത്. അവരെ കണ്ടതും പാത്തു പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. പിന്നെ അവരെ നോക്കി പുഞ്ചിരിച്ചു. ആ, മോളെ എഴുന്നേറ്റോ? അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് അവളും പുഞ്ചിരിച്ചു. ഞാൻ അവളോട് പറയുകയായിരുന്നു ഇപ്പോഴേ എന്തിനാ എഴുന്നേറ്റ് വന്നതെന്ന്. കുറച്ചുകൂടി കിടന്നൂടായിരുന്നു എന്ന് ചോദിക്കുകയായിരുന്നു. അന്നമ്മ പറഞ്ഞതും പാത്തു ഞെട്ടി അവരെ നോക്കി. എത്ര പെട്ടെന്നാണ് അവരുടെ മുഖം മാറിയതെന്ന് അവൾ ഓർത്തു. ഞാൻ ഡാനിയൽ അച്ചായനൊക്കെ ചായ കൊടുക്കാൻ പോയതായിരുന്നു. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആലോചനയിൽ നിന്ന് അവൾ പെട്ടെന്ന് അവരെ നോക്കി തലയാട്ടി. അത് കണ്ട അന്നമ്മ അവളെ പുച്ഛിച്ചു. മോക്ക് ചായ കിട്ടിയായിരുന്നോ? അവർ സംശയത്തോട് ചോദിച്ചു. ഇല്ല, അവൾ മറുപടി പറഞ്ഞതും അവർ ചായ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി ചുണ്ടിനോട് അടുപ്പിച്ചു. പാത്തു, അവൾ അടുക്കളയിൽ നിന്നപ്പോഴാണ് അലക്സ് അങ്ങോട്ട് വന്ന് വിളിച്ചത്. എന്താ മോനെ, ചായ വേണോ? അവനെ കണ്ടതും അന്നമ്മ പെട്ടെന്ന് സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല മമ്മി, ഞാൻ പാത്തുനെ വിളിക്കാൻ വന്നതാ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും പെട്ടെന്ന് അന്നമ്മയുടെ മുഖം മാറി. അവർ ദേഷ്യത്തോടെ പാത്തുവിനെ നോക്കി. എന്തായി ചായ? അവൾ സംശയത്തോട് ചോദിച്ചു. നമുക്ക് ഒന്ന് പുറത്തു വരെ പോകണം. 10 മണിയാകുമ്പോഴേക്കും റെഡിയാകണേ. അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. പിന്നെ അന്നമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും കടന്നൽ കുത്തിയതുപോലെ അവരുടെ മുഖം വീർത്തിരിക്കുകയായിരുന്നു. സായയുടെ നഗ്നമായ പുറത്ത് തലവെച്ച് കിടക്കുകയാണ് ഡേവി. അവൻ കണ്ണുകൾ തുറന്ന് നോക്കിയതും കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന അവളെയാണ് കണ്ടത്. മുടികൾ അഴിഞ്ഞ് അവളുടെ മുഖത്തെ മറച്ചിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നഗ്നമായ പുറത്ത് ചുണ്ടുകൾ ചേർത്തു. പിന്നെ മുൻപിലേക്ക് കിടക്കുന്ന അവളുടെ മുടികളെ മാടിയൊതുക്കി ഒരു സൈഡിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ കവിളിലും ഒന്ന് ചുംബിച്ചു. അവൻ്റെ രോമങ്ങൾ അവളുടെ മുഖത്ത് കൊണ്ടതും അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. അത് മനസ്സിലാക്കിയ അവൻ അവളുടെ നഗ്നമായ നടുവിൽ നിന്ന് മുകളിലേക്ക് കൈവിരലുകൾ ചലിപ്പിച്ചു. ഇച്ചായ, അടങ്ങിയിരിക്കുക, അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കൈയിൽ പിടിച്ചു മാറ്റിയതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നടുവിൻ്റെ അടുത്തേക്ക് മുഖമടുപ്പിച്ച് അവിടെ അമർത്തി ചുംബിച്ചു. അവളൊന്ന് മൂളിയതും അവൻ അവിടെ നിന്നും മുകളിലേക്ക് ചുണ്ടുകൾ ചേർക്കാൻ തുടങ്ങി. സായ, അവൻ അരുമയായി അവളുടെ കാതിൽ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. സത്യത്തിൽ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. ബട്ട് ഇനി മുതൽ എന്നും ഇങ്ങനെയാണെങ്കിൽ ഇച്ചായൻ ഒരു മടിയും കൂടാതെ എഴുന്നേറ്റോളാം. അവൻ കള്ളച്ചിരിയോടെ അവളുടെ ശരീരത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ അവൻ്റെ കൈകളെ കുറുമ്പോടെ തട്ടി മാറ്റിയതും അവൻ അവളെയും കൊണ്ട് ഒന്ന് മറിഞ്ഞു. ഇപ്പോൾ അവൾ അവന് മുകളിലായിട്ട് മാറി. സായ, അവളുടെ മുൻപിലേക്ക് വീണ് കിടക്കുന്ന മുടികളെ ഒതുക്കി ചെവിക്ക് പുറകിലായി വെച്ചുകൊണ്ട് അവൻ വിളിച്ചതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. നിന്റെ ഈ ചിരിയുണ്ടല്ലോ, അതെന്നെ കൊല്ലാതെ കൊല്ലുക. ഇത് കാണുമ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ വാണ്ട് യു നോ മോർ ആൻഡ് മോർ. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അയ്യ, അങ്ങോട്ട് മാറിക്കേ, എനിക്ക് കുളിക്കണം. അവൾ നാണത്തോടെ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളെ ഒന്നുകൂടി അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തി പിടിച്ചു. എന്തായി ചായ, കളിക്കാതെ വിട്ടേ, അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ട് പറഞ്ഞു. അവനവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടന്നു.
അവൻ്റെ നോട്ടം കാണും തോറും അവൾക്ക് എന്തോ പോലെ തോന്നുമായിരുന്നു. അവനാണെങ്കിൽ അവളുടെ മുഖത്ത് നാണം ആസ്വദിക്കുന്ന തിരക്കിലും. പെട്ടെന്നാണ് ഡോറിൽ മുട്ടുകെട്ടത്. അവർ രണ്ടുപേരും വാതിലിലേക്ക് നോക്കി. വെടിച്ചായ, പോയി ആരാന്ന് നോക്ക്, അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ വിട്ടു. അവൾ താഴെ കിടന്ന അവളുടെ ഡ്രസ്സെല്ലാം വാരിപ്പെറുക്കി ബാത്റൂമിലേക്ക് ഓടി. അവൾ ബാത്റൂമിൽ കയറിയതും അവൻ ഡ്രസ്സ് ചെയ്തിട്ട് പോയി ഡോറ് തുറന്നു.